ഇറ്റാലിയൻ ഇതിഹാസ താരമായിട്ടുള്ള റോബർട്ടോ ബാജിയോ ഒരിക്കലും മരണഭയം കൊണ്ട് കഴിഞ്ഞിരുന്ന നാളുകളുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 94 വേൾഡ് കപ്പിലെ നിർണായകമായ ആ പെനാൽറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. 1994 വേൾഡ് കപ്പ് കഴിഞ്ഞ് ഏകദേശം 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ ഒരു വേൾഡ് കപ്പിലെ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന് മറക്കാനാകുന്നില്ല. അത് ഇന്നും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു സെൽഫ് ഗോളിന്റെ പേരിൽ കൊളംബിയൻ ഡിഫൻഡർ ആയിട്ടുള്ള ആന്ദ്രേ എസ്കോബാറിനെ വെടിവെച്ച് കൊന്നൊടുക്കിയ വർഷം കൂടിയായിരുന്നു ഇത്. സത്യത്തിൽ ആന്ദ്രേ എസ്കോബാർ മരിച്ചതിന് ശേഷം അന്ന് ഇറ്റലിയിലെ ഒരു കൂട്ടം ഡ്രഗ്സ് മാഫിയകൾ റോബർട്ടോ ബാജിയോയ്ക്കും വധഭീഷണി നൽകിയിരുന്നു. കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് കിരീടം കൈവിട്ടു പോകുമ്പോൾ റോബർട്ടോ ബാജിയോ നേരെ ഡിപ്രഷനിലേക്കായിരുന്നു പോയത്. വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ബാജിയോയെ ഒരു കൂട്ടം ഡ്രഗ്സ് മാഫിയകൾ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. കഴിഞ്ഞ യൂറോയിലെ സ്പെയിനും ഇറ്റലിയും തമ്മിലുള്ള മത്സരം വീട്ടിലിരുന്ന് ടി.വിയിൽ കാണുന്ന റോബർട്ടോ ബാജിയോ ഉടനെ ബാജിയോയുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം മാഫിയകൾ വരുന്നു. റോബർട്ടോ ബാജിയോനെ മാത്രം മർദ്ദിച്ച് ഏറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകളും പണവും അവർ തട്ടിയെടുത്തു കൊണ്ടുപോയി. ഒപ്പം ഒരു കുറിപ്പ് ബാജിയോയുടെ കയ്യിൽ കൊടുത്തു: നിങ്ങൾ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടു പോയത്.